പാകിസ്ഥാന്റെ ആക്രമണ സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലൂടെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ കടന്നുപോകുന്നത്. അതിർത്തി സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങൾ മിക്കതും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അതീവ സുരക്ഷാ മേഖലയിലുള്ള അമൃത്സറിലെ ശ്രീ ഗുരുറാംദാസ് ജി വിമാനത്താവളത്തിൽ നിന്ന് മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു. മുബഷിർ, കനത്ത സുരക്ഷ വേണ്ടതുണ്ട്. പാകിസ്ഥാൻ ലക്ഷ്യമിടുന്ന പ്രധാനപ്പെട്ട നഗരങ്ങൾ, അതുപോലെ തന്നെ അതിർത്തി സംസ്ഥാനങ്ങൾ, അവിടെയൊക്കെ യാത്രയ്ക്കടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സുരക്ഷയാണ്, അതീവ സുരക്ഷയാണ് നമ്മളിപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് പഞ്ചാബിലെ വിവരങ്ങൾ? സുജയപാർവതി, അമൃത്സർ വിമാനത്താവളത്തിന് തൊട്ടടുത്തുള്ള അമൃത്സർ മിലിറ്ററി ബേസിന് സമീപത്തായാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാന്റെ ഹാൻഡിലുകൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ വളരെ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നൊരു വാർത്തയുണ്ടായിരുന്നു. അമൃത്സറിലെ മിലിറ്ററി ബേസ് പാകിസ്ഥാൻ ബോംബിട്ട് തകർത്തു എന്നുള്ളതായിരുന്നു അവർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അത് വളരെ വ്യാജമാണെന്ന പ്രചാരണമാണെന്ന് ഇന്ത്യയിലെ പല ട്വിറ്റർ ഹാൻഡിലുകളും തെളിയിച്ചിരുന്നു. ആ ദൃശ്യങ്ങളോടുൾപ്പെടെ നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. തൊട്ടപ്പുറത്താണ് അമൃത്സറിന്റെ മിലിറ്ററി ബേസ് ചെയ്യുന്നത്. ഇപ്പോഴും നേരത്തെ ഉണ്ടായിരുന്നതിലും സർവശക്തമായി തന്നെ അതവിടെ നിലനിൽക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്തെ അതിന്റെ ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അത്തരം കുപ്രചാരണങ്ങളുടെ ഈ ദൃശ്യങ്ങളിലൂടെ നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത കൂടിയുള്ളത് കൊണ്ടാണ് അത് കാണിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇനി പഞ്ചാബിലെ ശ്രീ ഗുരുറാംദാസ് ജി വിമാനത്താവളത്തിൽ അമൃത്സറിന് തൊട്ടടുത്തുള്ള കന്റോൺമെന്റ് ഗേറ്റിനടുത്ത് നിന്ന് മുബഷിർ പി അക്ബർ ഒരു ഫാക്ട് ചെക്കിലേക്ക് കടക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ അപമാനിക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന നുണപ്രചാരണം നമ്മൾ പൊളിക്കുകയാണ്. ഓവർ ടു യു മുബഷിർ. ആക്രമണമുണ്ടായ ഘട്ടത്തിൽ തന്നെ പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ ട്വിറ്റർ ഹാൻഡിലുകളൊക്കെ തന്നെ വളരെ വ്യാപകമായി പ്രചരിപ്പിച്ചൊരു വാർത്തയുണ്ടായിരുന്നു സുജയ പാർവതി. അമൃത്സറിലെ മിലിറ്ററി ബേസ് ബോംബിട്ട് തകർത്തു എന്നുള്ളതായിരുന്നു പാകിസ്ഥാനിൽ വളരെ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളുടെ ആ ഒരു കുപ്രചരണം നമ്മൾ പൊളിക്കുകയാണ്. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വെൽക്കംസ് ടു അമൃത്സർ കന്റോൺമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് എയർബേസ് അതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനുള്ളിലേക്ക് ദൃശ്യമാധ്യമങ്ങൾക്ക് നിയന്ത്രണമുള്ളത് കൊണ്ട് നമുക്ക് അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. എങ്കിലും ഈ ഭാഗത്ത് നിന്ന് ദൃശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ആ കുപ്രചാരണത്തിനെ ആ നിലയിൽ തന്നെ പൊളിച്ചു കളയാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം വ്യാപകമായിട്ടാണ് പാകിസ്ഥാനിലെ പല കേന്ദ്രങ്ങൾ നുണ പടച്ചുവിടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതൊരു സാമൂഹ്യ ഉത്തരവാദിത്തമായി തന്നെ അത് അങ്ങനെയല്ല, യാഥാർത്ഥ്യം ഇതാണെന്ന് സ്വാഭാവികമായിട്ട് ഒരു മേഖലയിലെത്തുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തക സംഘം എന്ന നിലയിൽ നമ്മൾ തെളിയിക്കേണ്ടതുണ്ട്. ഇതിനുള്ളിലാണ് അമൃത്സറിലെ മിലിറ്ററി ബേസ് സ്ഥിതി ചെയ്യുന്നത്. അതിനുള്ളിലേക്ക് നമ്മൾ കടന്നുപോയിക്കൊണ്ട് തന്നെ ആ മേഖലയിലെ ആർമി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഒരു തരത്തിലുള്ള ആക്രമണവും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായില്ലെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് നേരിട്ട് കണ്ട് നമ്മൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. തൊട്ടപ്പുറത്തെ കരസേനയുടെ ക്യാമ്പ് ഉൾപ്പെടെ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഇടം കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെയും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നില്ല. അപ്പോൾ എന്തടിസ്ഥാനത്തിലായിരുന്നു പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാത്രമല്ല, അദ്ദേഹത്തെ അഭിമുഖം ചെയ്ത വിദേശ മാധ്യമത്തിന്റെ പ്രതിനിധിയടക്കം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മുബഷിർ കേൾക്കാമെന്ന് ഞാൻ കരുതുന്നു. മുബഷിർ ഇപ്പോൾ കൃത്യമായി കാട്ടിത്തരുന്നത് പോലെ ഒരു തരത്തിലുള്ള ആക്രമണവും ഇന്ത്യൻ മണ്ണിൽ അമൃത്സറിൽ ഈ നമ്മുടെ ബേസിലേക്ക് നടത്താൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ റിപ്പോർട്ടർ ഫാക്ട് ചെക്ക് ചെയ്യുകയാണ്. അമൃത്സറിൽ പാകിസ്ഥാൻ ആക്രമിച്ചു എന്ന് പറയുന്ന നമ്മുടെ ഇടമാണിത്. ഇവിടെ പാകിസ്ഥാന്റെ ആക്രമണം പോയിട്ട് പാകിസ്ഥാന്റെ ഒരു രീതിയിലുള്ള ഒരു പടക്കോപ്പും ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നത് ഇപ്പോൾ സേനാ വിഭാഗങ്ങൾ തന്നെ റിപ്പോർട്ടറിനോട് സ്ഥിരീകരിച്ചു കഴിഞ്ഞ കാര്യമാണ്. പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ അത് കൂടുതലും നുണയാണ് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കുക. നമ്മുടെ രാജ്യത്തെ നുണയിലൂടെ തകർക്കാൻ, ബിഗ് ലൈസിലൂടെ തകർക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. ആക്രമിച്ചു എന്നുള്ള അവകാശവാദങ്ങൾ, അത് പലയിടങ്ങളിലും ആക്രമിച്ചു എന്നുള്ള അവകാശവാദങ്ങൾ, വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ള അവകാശവാദങ്ങൾ, അതെല്ലാം നുണയാണ്. ഈ മേഖലയിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ല. പാകിസ്ഥാൻ ആക്രമണം നടത്തിയിട്ടുമില്ല. പൂർണ്ണമായും പച്ചക്കള്ളം പറയുകയാണ് പാകിസ്ഥാൻ എന്നത് നമ്മൾ ഫാക്ട് ചെക്ക് നടത്തി ഇപ്പോൾ ബോധ്യപ്പെടുത്തുകയാണല്ലേ മുബഷിർ? തീർച്ചയായും സുജയ പാർവതി, അങ്ങനെ തന്നെ പറയേണ്ടി വരും. പൂർണ്ണമായിട്ടും അത്തരത്തിലുള്ള കുപ്രചാരണങ്ങളെ ദൃശ്യങ്ങളിലൂടെ നമ്മൾ പൊളിച്ചു കളഞ്ഞു എന്നുള്ളത് തന്നെ വേണം പ്രത്യേകം എടുത്തു പറയാൻ. പാകിസ്ഥാനിലെ പലതരത്തിലുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ മേഖലകളിലെത്തി പരിശോധിക്കുമ്പോൾ, ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുമായൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള പ്രശ്നവും ഈ ഒരു മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇവിടെയുള്ള ആർമി ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നുണ്ട്, നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ആഴത്തിലാണ് പാകിസ്ഥാൻ ഇത്രത്തോളം കുപ്രചാരണം നടത്തുന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയന്ത്രണങ്ങൾ ഈ ഒരു മേഖലയിലൊക്കെ തന്നെ കടുപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും നുണപ്രചാരണത്തിനോടൊപ്പം അത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് മുതിരിടുകയാണെങ്കിൽ അതിനുള്ള ഒരു പ്രതിരോധ നടപടി എന്നോളം തന്നെയാണ് ഇവിടെ
കൂടുതൽ സൈനിക ഉദ്യോഗസ്ഥരെ എത്തിച്ചുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുള്ളത്. തൊട്ടപ്പുറത്ത് അമൃത്സർ വിമാനത്താവളത്തിൽ നിന്നുള്ള കാഴ്ച നേരത്തെ നമ്മൾ കണ്ടതാണ്. പഞ്ചാബ് പോലീസിന്റെ നേതൃത്വത്തിൽ പുറത്ത് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതായത് ബഷീർ, നമുക്ക് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ജനജീവിതം സാധാരണ നിലയിൽ തന്നെയാണ്. അമൃത്സറിൽ ഇന്ത്യയെ പൂർണ്ണമായും ഭീതിയിലാഴ്ത്തിയെന്നാണ് പാകിസ്ഥാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള ഒരു ഭീതിയിലേക്ക് പോകേണ്ട ഒരു രാജ്യമല്ല നമ്മൾ. ഒറ്റക്കെട്ടായി നമ്മൾ നിൽക്കുന്നു. നമ്മളെ കാക്കാൻ അതിർത്തിയിൽ സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സൈന്യത്തിന്റെ ഇന്ത്യൻ മിലിറ്ററി ബേസ് തന്നെ ഞങ്ങൾ തകർത്തു എന്ന് ഒരു എക്സ്പ്ലോഷന്റെ ഒരു വീഡിയോ കൂടി പങ്കുവെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ കള്ളം പറഞ്ഞത്. പാകിസ്ഥാൻ ആ കള്ളം പറഞ്ഞ ആ വീഡിയോ 2024 ചിലയിൽ നടന്ന ഒരു കാട്ടുതീയുടെ ഫുട്ടേജ് ആയിരുന്നു. ഒരു കാട്ടുതീയുടെ ഫുട്ടേജ് ഇട്ടുകൊണ്ട് ഇന്ത്യയിൽ അമൃത്സറിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്ന് പറയുകയാണ് പാകിസ്ഥാൻ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ റഫേൽ വിമാനം വെടിവെച്ചിട്ടു തുടങ്ങിയവയെല്ലാം അതെല്ലാം പഴയ ദൃശ്യങ്ങൾ, എവിടെയൊക്കെയോ തകർന്നു വീണ വിമാനങ്ങളുടെ ദൃശ്യങ്ങൾ, അതുപോലെ ചിലയിൽ കത്തിയ കാട്ടുതീയിൽ ഉള്ള പ്രദേശത്തിന്റെ ദൃശ്യങ്ങൾ, അത് അമൃത്സറിലാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പാകിസ്ഥാൻ ഒരു നാണംകെട്ട അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ആ നുണകൾ ഓരോന്നായി നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമൃത്സറിൽ നിന്നുള്ള വിവരങ്ങളാണ് മുബഷിർ പി അക്ബർ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. പാകിസ്ഥാന്റെ നുണകൾക്ക് കൃത്യമായി ഫാക്ട് ചെക്കിലൂടെ മറുപടി നൽകുകയാണ് ഇപ്പോൾ റിപ്പോർട്ടർ വാർത്താ സംഘം.